നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്, വീണ്ടെടുപ്പ് മരണത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മരണത്തിന്റെ അതിപ്രധാനമായിരിക്കുന്ന ചില വശങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അവസാനമായിട്ട് ചിന്തിച്ചത് കർത്താവിന്റെ മരണം ഭാവിയായ മനുഷ്യനെ നീതിമാനായ ദൈവവുമായി നിരപ്പ് വരുത്തുവാനുള്ള മരണമായിരുന്നു എന്നാണ്. നിരപ്പിന്റെ 3 തലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മനുഷ്യന് ദൈവത്തോടുള്ള നിരപ്പ്, മനുഷ്യനും മനുഷ്യനുമായുള്ള നിരപ്പ്, മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ലോകവും ലോകത്തുള്ള സകലവുമായുള്ള നിരപ്പ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന്റെ പ്രസാദമായി. റോമാലേഖനത്തിൽ പറയുമ്പോൾ സകല ജഡവും ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ് മനുഷ്യപുത്രന്റെ വരവിന് വേണ്ടി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രസക്തി നമുക്ക് മാത്രമല്ല, ആത്മാവുള്ള നമുക്കേ രക്ഷയുള്ളൂ. എന്നാൽ മറ്റുള്ള ജീവജാലങ്ങൾ സമാധാനത്തോടെ ഈ ഭൂമി ജീവിക്കണം എന്നുള്ളത് ദൈവം അവയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതാണ്. ആവശ്യമില്ലാതെ മനുഷ്യനതിനെല്ലാം ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമല്ല. നമ്മുടെ ആവശ്യത്തിന് കൊല്ലാനും തിന്നാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ തമാശയ്ക്ക് വേണ്ടി, രസത്തിന് വേണ്ടി വെറുതെ കൊല്ലാനായി, കൊമ്പെടുക്കാനായിട്ട് ആനയെ കൊല്ലാൻ അത് ദൈവത്തിന് ഉദ്ദേശമൊന്നുമല്ല. കൊമ്പ് വേണമെങ്കിൽ ചാകുന്ന ആളുകൾ കൊമ്പെടുത്ത ധാരാളം മതി. അതുപോലെ ഓരോ ജന്തുക്കളെയും ഒരുപാട് മനുഷ്യർ ഉപദ്രവിക്കും. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു ഓന്തിനെ കണ്ടാൽ പോലും ഉടനെ തന്നെ അതിനെ ഓടിച്ചിട്ട് എറിഞ്ഞു കൊല്ലണം. മനുഷ്യന് യാതൊരു ദോഷം ചെയ്യുന്നില്ലെങ്കിലും, ദോഷം ചെയ്യാത്ത ചേരപ്പാമ്പാന്നേലും അതിനെ തല്ലിക്കൊല്ലാനാ മനുഷ്യന് താല്പര്യമെന്ന് പറയുന്നു. അപ്പൊ അവയെല്ലാം ദൈവത്തോട് കരയുന്നുണ്ട്, എന്ന് തീരും ഞങ്ങളുടെ ഈ ദുരിതം എന്നുള്ളത്. നീതിമാൻ തന്റെ ജന്തുവിന്റെ പ്രാണാനുഭവം അറിയുന്നു എന്ന സദൃശവാക്യങ്ങളല്ലേ? അതോ ഇവിടെ ആ വാക്യം, ഒരു വാക്യമുണ്ട്, തന്റെ ജന്തുവിന്റെ പ്രാണാനുഭവം. വീട്ടിൽ വളർത്തുന്നതായിരിക്കുന്ന പശുവിന്റെ വിശപ്പും ദാഹവും അതിന്റെ രോഗവും വേദനയും ഒക്കെ നീതിമാനായ മനുഷ്യനറിയും. വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ ആണെങ്കിലും പൂച്ചയുടെ ആണെങ്കിലും ഒക്കെ അറിയും. നീതിമാന്മാരല്ലാത്ത മനുഷ്യരൊന്നും അറിയില്ല. അവര് പരമാവധി എല്ലാറ്റിനെയും നോവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിലാണ് സന്തോഷം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് നമുക്ക് മാത്രമല്ല പ്രയോജനമുള്ളത്. രക്ഷയുടെ അനുഭവം നമുക്കേ ഉള്ളൂ. മറ്റേതിനൊന്നും രക്ഷയുടെ അനുഭവം ഇല്ലെങ്കിലും താൽക്കാലിക ജീവിതത്തിൽ അവയ്ക്ക് സമാധാനവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുവാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ പാപത്തിന് മാത്രമല്ല രോഗത്തിനും പരിഹാരമുണ്ട് എന്നൊരു ഉപദേശമുണ്ട്. പെന്തക്കോസ്ത് ഉപദേശത്തിന്റെ ഒരു കാതലായിരിക്കുന്ന വശമാണത്. കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി മാത്രമല്ല രോഗത്തിന് വേണ്ടിയും കൂടെയാണ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ. ആ വാക്യങ്ങൾ പറയുന്ന, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നുള്ളത് നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു എന്നതിന് തത്തുല്യമായ ഒരു പ്രസ്താവനയായിട്ടാണ് അവർ കാണുന്നത്. പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നും. അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, കാൽവരി ക്രൂശിലല്ലാതെ പിന്നെ എവിടെയാ വഹിക്കുന്നത് എന്ന് നമുക്ക് ന്യായമായിട്ട് തോന്നും. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലി നമ്മുടെ പാപപരിഹാരത്തിന് മാത്രമല്ല രോഗപരിഹാരത്തിന് കൂടിയാണ്. പാപപരിഹാരത്തിന് വേണ്ടി നമ്മൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമല്ലാതെ വേറൊന്നും സ്വീകരിക്കാത്തതുപോലെ രോഗശമനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമല്ലാതെ ഒന്നും വേണ്ട എന്നൊരു ഉപദേശമാണ് പെന്തക്കോസ്തുകാർ കൊണ്ടുവന്നത്. ഇപ്പോഴാ ഉപദേശം പിടിക്കുന്നതായിരിക്കുന്ന പെന്തക്കോസ്തുകാര് പ്രായോഗികമായിട്ടില്ല, തിയോറിറ്റിക്കലി താത്വികമായി വല്ലവരും പറയുന്നുണ്ടോന്ന് അറിയില്ല. ഇത് പെന്തക്കോസ്ത് പറയുന്നവരായിരുന്നു അതിലെ ഏറ്റവും. ഇന്ന് അവരുമില്ല. അവരുടെ മക്കളൊക്കെ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെയാണ്. അവരെ ചികിത്സയ്ക്ക് പോകുന്നുമുണ്ട്. ഒരു കാലത്ത് ചികിത്സ ചെയ്താൽ പ്രസവത്തിന് പോലും ആശുപത്രിയിൽ പോയാൽ സഭയിൽ നിന്ന് മുടക്കുമായിരുന്നു. അങ്ങനെ മുടക്കപ്പെട്ട ആളുകളെയൊക്കെ എനിക്കറിയാം. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അവർ. കണ്ണാടി വെക്കാൻ പോലും CPM സാധിക്കുമായിരുന്നില്ല. ഇത് പെന്തക്കോസ്തിൽ അവര് ഇങ്ങനെ മാഗ്നിഫൈങ് ഗ്ലാസ് ഇങ്ങനെ പിടിച്ചാ വായിക്കുന്നത്.
മൂക്കയിൽ വെച്ചാൽ അത് ചികിത്സയാകും. അങ്ങനെയൊക്കെയാണ് അത് വിശ്വസിച്ചിരുന്നത്. അവർ ആത്മാർത്ഥമായി അങ്ങനെ വിശ്വസിച്ചത്. അതാണ് ആത്മാർത്ഥമായി തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്നത്. സിൻസിയർലി മിസ്ലെഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത കാര്യം. കാരണം ചതിക്കപ്പെടുകയായിരുന്നു, ഞാൻ സ്വയം വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് എന്തോ ഒരു വലിയ വേദനയാണ്. അങ്ങനെ മരിച്ച ഒരുപാട് ആളുകളുണ്ട്. ടൈഫോയിഡ് വന്നും മറ്റും ഓരോരോ രോഗങ്ങൾ അന്നത്തെ കാലത്ത് വന്നിട്ട് ചികിത്സിക്കാതെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് മരിച്ചവരായിരിക്കുന്ന ആളുകളുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ പോലും അവർ ശ്രമിക്കുന്നതായിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഈ യശയ്യാപ്രവചനം 53-ാം അധ്യായമാണ് ഇവിടെ പ്രധാനമായിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പാപസൗഖ്യവും പാപമോചനം മാത്രമല്ല, രോഗസൗഖ്യവുമാണ്. എന്നാൽ അവർക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമുണ്ട്, രോഗക്കിടക്കയിൽ വെച്ച് രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന ആളുകൾ പിന്നെ എഴുന്നേൽക്കണമെങ്കിൽ പിന്നെ മാസങ്ങൾ എളുപ്പെടുക്കും. കർത്താവായ യേശു ക്രിസ്തു രോഗത്തിന് വേണ്ടിയാണ് മരിച്ചതെങ്കിൽ അവർ രക്ഷിക്കപ്പെടുന്നവരെ എന്താ ചെയ്യേണ്ടത്? അവരുടെ രോഗം ഉടനെ തന്നെ സൗഖ്യമാകേണ്ടതാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയിൽ വിശ്വസിച്ചു അതൊന്നും നടക്കുന്നില്ല. പിന്നെ അതൊരു വിശ്വാസമായിട്ട് അവരങ്ങനെ കൊണ്ടുവന്നു. കുറച്ച് തീവ്രവാദ ചിന്താഗതിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ സെമിനാരിൽ പഠിപ്പിച്ചിരുന്നതായിരിക്കുന്ന ഒരു പ്രൊഫസർ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്കുള്ള പോയെന്ന് മാത്രമല്ല, അത്ഭുത രോഗശാന്തി അദ്ദേഹത്തിന്റെ വലിയൊരു ഉപദേശമായി. അദ്ദേഹത്തിന്റെ സഭയിൽ അനേകര് മരിക്കാനിടയായി ഞങ്ങളോടുള്ള കാലത്ത് തന്നെ. അതിന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആരെയും ചികിത്സ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ യേശുക്രിസ്തു രോഗത്തിന് വേണ്ടി മരിച്ചു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമില്ല. ആരോടും ഞാൻ ചികിത്സ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരൊക്കെ ചികിത്സ ചെയ്തില്ലെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ കേസുമൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞവർ ആ ഉപദേശം ഏതാണ്ട് വിശ്വസിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ പ്രായോഗികമായി അവരത് ആരുടെ മേലും അടിച്ചേൽപ്പിക്കാത്ത ഒരു സാഹചര്യം വന്നു. അപ്പൊ ഈ ഒരു ഉപദേശം, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്നാണ്. അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവിടെ സൗഖ്യം എന്ന് പറയുന്നത് രോഗത്തിലുള്ള സൗഖ്യമാണ് എന്നവർ പറയും. ഇവിടെ ഈ വഹിച്ചു എന്ന ക്രിയ നാസ എന്ന എബ്രായ പദത്തിന്റെ പരിഭാഷയാണ്. ഈ ക്രിയയ്ക്ക് ശിക്ഷ അനുഭവിക്കുക എന്ന ആശയമാണുള്ളതെന്ന് ഈ ഉപദേശം പഠിപ്പിക്കുന്ന ആളുകളെ പറയും. അതാണ് അവർ പറയുന്നത്. നാസ എന്ന വാക്കിന് ശിക്ഷ അനുഭവിക്കുക എന്ന അർത്ഥമാണുള്ളതെന്ന് പഠിപ്പിക്കുന്നു. ഈ വാദഗതിയുടെ സാധൂകരണത്തിനായിട്ട് അവര് യെശയ്യാവ് 53-ന്റെ 12-ാമത്തെ വാക്യം ഉപയോഗിക്കുന്നു. അവിടെ അനേകരുടെ പാപത്തെ വഹിച്ചു എന്ന് പറയുന്നതിന് നാസയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അനേകരുടെ പാപം വഹിച്ചു എങ്കിൽ അനേകരുടെ രോഗവും വഹിച്ചു, രോഗത്തെ വഹിച്ചു. അതുകൊണ്ട് പാപത്തെ വഹിച്ചതുപോലെ തന്നെ രോഗത്തെയും വഹിച്ചു എന്ന ഉപദേശം അവരെ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. സുവിശേഷ വിഹിതരായിരിക്കുന്ന മറ്റേ സഭക്കാരും തന്നെ ആ ഉപദേശം, പെന്തക്കോസ്തുകാർ ഒഴികെ ആരും തന്നെ അത് പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് 1 പത്രോസ് 2:24 പ്രസ്താവനയുണ്ടല്ലോ. അവിടെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം അവർ ബന്ധപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയിൽ, കാൽവറി മരണത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ രോഗങ്ങൾക്കും സൗഖ്യമുണ്ട് എന്ന് അവരെ പഠിപ്പിക്കുന്നു. പക്ഷേ മേൽപ്പറഞ്ഞതായിരിക്കുന്ന അവരുടെ വാദഗതികൾ ഈ അവരുടെ ഉപദേശം സ്ഥാപിക്കാൻ പര്യാപ്തമല്ല. കാരണം ഒന്നാമതായി നാസ എന്ന വാക്ക് വ്യത്യസ്ത ലക്ഷ്യാർത്ഥങ്ങളുള്ള, കണോട്ടേഷനുള്ള ഒരു വാക്കാണ്. പാത്രങ്ങൾ എടുക്കുന്നതിനും ദൈവാലയത്തിലെ പെട്ടകം വഹിക്കുന്നതിനും പിന്നെ പട്ടാളക്കാരൻ ആയുധം വഹിക്കുന്നതിനും അമ്മ തന്റെ കുഞ്ഞിനെ എടുക്കുന്നതിനും എല്ലാം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്കിന്റെ നാസ എന്ന വാക്കിന്റെ പ്രയോഗത്തിൽ നിന്ന് മാത്രം നമുക്കൊരു ഉപദേശം വയ്യാതെ സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. യെശയ്യാപ്രവചനം 52-ന്റെ 11 യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, അതിന് നാസയാണ്, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവനെ. അപ്പോ ഉപകരണത്തെ ചുമക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപകരണത്തിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ മാറുക എന്നും ആ ഉപകരണം നന്നാവുക എന്നൊന്നും അതിനർത്ഥമില്ല, അതിനുള്ളതായിരിക്കുന്ന അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് എന്തിൻ്റെയെങ്കിലും ശിക്ഷ വഹിക്കുന്നതിനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന നിഗമനം തെറ്റാണ്. അതിനും ഈ വാക്ക് ഉപയോഗിക്കാമോ
എന്നത് വേറൊരു കാര്യം. പക്ഷെ അതിനുവേണ്ടിയാണ് ഈ വാക്ക് ഉപയോഗിച്ചത് എന്ന് പറയുന്നത് ശരിയല്ല. പാപത്തെക്കുറിച്ചുള്ള തിരുവചന ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ പാപത്തെ വഹിക്കുക എന്ന പ്രയോഗത്തിന് നമുക്ക് ഉള്ളൂ. നമ്മുടെ ശിക്ഷ വഹിച്ചു എന്ന് പറയുമ്പോൾ അത് കേവലം വഹിച്ചു എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്കിനെ മാത്രം ആധാരപ്പെടുത്തിയല്ലല്ലോ നമ്മൾ പറയുന്നത്. പാപത്തിന്റെ പരിഹാരത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബൈബിളിന്റെ മുഴുവൻ ഉപദേശത്തെയും ആധാരമാക്കിയാണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ കേവലം ആ ഒരു വാക്കിനെ മാത്രം ആധാരമാക്കിയല്ല. അതുകൊണ്ട് അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രയോഗത്തെ മാത്രം ആധാരമാക്കി കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത് പാപത്തിന് വേണ്ടി മാത്രമല്ല, രോഗത്തിന് വേണ്ടി കൂടെയാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമില്ല. എന്ന് മാത്രമല്ല, പാപം വഹിച്ചു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം പാപത്തിന്റെ ശിക്ഷയായ മരണം കർത്താവ് വഹിച്ചു എന്നാണെന്ന് പറയാൻ നമുക്ക് അങ്ങനെ അല്ലല്ലോ. നമ്മുടെ പാപങ്ങളെ വഹിച്ചു എന്ന് പറയുന്നു, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ മരണം വരിച്ചു എന്ന് പറയുന്ന പോലെ രോഗത്തെ വഹിച്ചു എന്ന് പറയുന്നത് രോഗത്തിന്റെ ശിക്ഷയായ മരണത്തെ അവൻ വഹിച്ചു എന്ന് പറയാൻ അങ്ങനെ നമുക്കത് രോഗമെന്ന് പറയുന്നത് ഒരു കോൺസിക്വൻസ് ആണ്, പാപത്തിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. എന്താ പറയുന്നത്? പ്രത്യാഘാതമോ എന്താ പറയുന്നത്? പരിണിത ഫലമാണ്, കോൺസിക്വൻസ് ആണ്. ഇപ്പൊ സ്ത്രീകൾ വേദനയോടെ ഗർഭധരിക്കുമെന്ന് പറഞ്ഞതും പാപത്തിന്റെ ഒരു പരിണിത ഫലമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന യാതൊരു സ്ത്രീകൾക്കും പ്രസവവേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് അതെങ്ങനെ ശരിയാകുന്നത്? പരിണിത ഫലങ്ങളെ ഒന്നും കർത്താവ് വഹിച്ചിട്ടില്ല. പരിണിത ഫലങ്ങളെല്ലാം ഇന്നും നമുക്കുണ്ട്. നമുക്ക് വരുന്ന ജലദോഷവും പനിയും തുമ്മലും, അതുപോലെ പാപത്തിന്റെ പരിണിതഫലമായിട്ട് നമ്മുടെ ഭൂമിയിലെ പറക്കാരെയും മുള്ളും മുളയ്ക്കുന്നതിന്റെ ഫലമായിട്ടാ പാപത്തിന്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരുടെ പറമ്പിൽ ഇനിയും യാതൊരു മുള്ളും പറക്കാരെയും മുളയ്ക്കില്ലെന്ന് പറഞ്ഞാല് അതൊന്നും ഉപദേശവുമായി നിരക്കുന്നതായിരിക്കുന്ന ആശയങ്ങളല്ല. അതുകൊണ്ട് പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് പോലെ രോഗത്തിന് വേണ്ടിയും കർത്താവ് മരിച്ചുവെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന ഉപദേശം തീർച്ചയായിട്ടും വേണം. രോഗമെന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമല്ല, പാപത്തിന്റെ പരിണിത ഫലമാണ്. പാപത്തിന്റെ ഫലം എന്ന് പറയുന്നത് മരണമാണ്. പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ഫലം മരണമാണ്. ആ പാപത്തിന്റെ ഫലമായ മരണത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു മരിച്ചത്, പാപത്തിന്റെ പരിണിത ഫലങ്ങൾക്ക് വേണ്ടിയല്ല. ഇപ്പോ പുരുഷൻ സ്ത്രീ ബന്ധത്തിൽ പറഞ്ഞു അവൻ നിന്നെ ഭരിക്കുമെന്ന് പറഞ്ഞു. അവൻ നിന്നെ ഭരിക്കും. രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ ഭരണമില്ല, ഭർത്താക്കന്മാരുടെ തലയല്ലെന്ന് പറയാൻ നോക്കൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്. ഭാര്യമാർ ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് കൽപ്പന കൊടുക്കുമ്പോഴും അങ്ങനെയാ പറയുന്നത്. പുരുഷന്റെ തല ക്രിസ്തു, പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല. അതെ, അതിനൊന്നും വ്യത്യാസം വരുന്നില്ല. ഞാൻ പറഞ്ഞു, അത് ഈ പരിണിത ഫലങ്ങൾക്കൊന്നും വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ഈ പാപത്തിന്റെ ശിക്ഷയാണ് മരണം, പാപത്തിന്റെ ഫലമാണ് മരണം. പക്ഷേ പാപത്തിന്റെ പരിണിത ഫലമാണ് രോഗങ്ങളും ഈ പറഞ്ഞതായിരിക്കുന്ന മുള്ളും പറക്കാരെയും അതുപോലെയുള്ളതായിരിക്കുന്ന നമുക്ക് വരുന്നതായിരിക്കുന്ന എല്ലാ നമ്മുടെ കുടുംബജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ആദം ഹവ്വയും പാപം ചെയ്തുകൊണ്ട് വന്നതാണ്. അവർ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ വരികയില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പാപത്തിന്റെ പരിണിത ഫലങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതായിരിക്കും ഒരു ഉപദേശം ബൈബിളിലെങ്ങുമില്ല. ഇവിടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു, പാപത്തിന് വേണ്ടി മരിച്ചു എന്നല്ലാതെ പാപത്തിന്റെ പരിണിത ഫലങ്ങൾ എന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതത്തിൽ നോക്കിയാലും ഈ പാപത്തിന്റെ പരിണിത ഫലം അവർക്ക് എല്ലാവർക്കും ഉണ്ടായി. പാപത്തിന്റെ പരിണിത ഫലം അനുഭവിക്കാത്ത ഏതെങ്കിലും അപ്പോസ്തലൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് ഭക്തനും ഉണ്ട്. ജലദോഷവും പനിയും പിന്നെ ക്യാൻസർ മുതലായിരിക്കുന്ന മാരക രോഗങ്ങൾ തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം അതൊക്കെ പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ്. രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അതൊന്നും വരികില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു അതെല്ലാം കാൽവരിയിലെ ക്രൂശിൽ വഹിച്ചു. അതുകൊണ്ട് ഇനി നമുക്കൊന്നും ഉണ്ടാകണ്ട എന്ന് പറയുന്നതായിരിക്കുന്ന ആശയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ പാപത്തിന്റെ ശിക്ഷ രോഗമാണെന്നൊരു ഉപദേശം ബൈബിളിലില്ല. അതുകൊണ്ട് തന്നെ പാപത്തിന്റെ പരിണിത ഫലങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് പറയാൻ ഒക്കില്ല. അതെ, പൗലോസ് തന്നെ അയ്യോ ഈ പാപ സ്വഭാവമുള്ള ജഡത്തിൽ നിന്ന് എന്നെ ആറ് വിടുവിക്കുമെന്നാണ്. കാരണം ആ ജഡത്തിലാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. പാപത്തിൽ തന്നെ ആര് വിടുവിക്കുമെന്ന് പൗലോസ് പറഞ്ഞില്ല. അത് പൗലോസിന് അറിയാം. പൗലോസിന്റെ ഉപദേശത്തിലെല്ലാം പാപത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലി മരണം മാത്രമാണ് വിടുതലെന്നത് അറിയാം. പക്ഷെ ഈ പാപത്തിന്റെ പ്രത്യാഘാതങ്ങളുള്ളതായിരിക്കുന്ന ശരീരം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നല്ല. എനിക്കാണെങ്കിൽ ഇപ്പൊ ന്യൂറോപ്പതി ബാധിച്ചിട്ട് എന്തോ ഒരു
എന്തൊരു കഷ്ടത സഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കും ദൈവത്തിനും അറിയാം. അത് കർത്താവായ യേശുക്രിസ്തു ന്യൂറോപ്പതിക്ക് വേണ്ടിയാണ് കാൽവരിയെ കുറിച്ച് മരിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഓടിക്കുതിച്ച് നടക്കണമായിരുന്നു. അപ്പൊ എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. സൗഖ്യം തരണം എന്നൊക്കെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കർത്താവ് നീ ഈ ന്യൂറോപ്പതിക്ക് വേണ്ടിയൂടെയാണല്ലോ കാൽവറിയിൽ മരിച്ചത്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, പിന്നെ എന്താ എന്റെ ന്യൂറോപ്പതി മാറാത്തതെന്ന് നീ ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഉപദേശം ബൈബിളിലില്ല. ഓരോ ദിവസവും എത്രയെത്ര ദൈവമക്കളാണ് കൊല്ലപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടത്. എന്തൊരു വേദന സഹിച്ചു. പക്ഷെ താൻ അധികം വേദന സഹിച്ച് കാണില്ല. അതുപോലെ അനേക ഭക്തന്മാർ ഒരുപാട് വേദന സഹിച്ചു. പൗലോസ് അനുഭവിച്ചതുപോലെ പൗലോസിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടത്തിൽ നല്ല അടി, മർദ്ദനം, പട്ടിണി, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, വന്യമൃഗങ്ങളോടുള്ള കല്ലേറ്, എന്തെല്ലാം കഷ്ടതകളാണ് താൻ സഹിച്ചത്, എന്തെല്ലാം വേദനയാണ്. വിശ്വാസം വളരെ ഉള്ളതായിരിക്കുന്ന ഒരു വിശ്വാസം ദേഹത്ത് കല്ലെറിഞ്ഞാൽ അത് പൊട്ടുകയില്ലെന്നും ആ പൊട്ടിടം പിന്നെ പഴുക്കുകയില്ലെന്നും വേദന ഉണ്ടാവില്ലെന്നും ഒക്കെ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ വഹിച്ചു എന്ന് മാത്രമല്ല, കർത്താവ് ഈ അടിയും തല്ലും ചെറുതും ഒക്കെ ഏറ്റല്ലോ. അതെല്ലാം നമുക്ക് വേണ്ടിയാണ് കർത്താവ് അടി കൊണ്ടതെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. പാപത്തിന്റെ പരിഹാരത്തിന്, പാപത്തിന്റെ പരിണിത ഫലങ്ങൾ കർത്താവ് അനുഭവിച്ചാണ് മരിച്ചത്. പക്ഷെ അതുകൊണ്ട് പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും വിടുതലുണ്ടായിരുന്നില്ല. ഇപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ട് നാം മരിക്കുകയില്ലേ? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നാം മരിക്കുകയില്ലേ? എല്ലാ വിശുദ്ധന്മാരും മരിച്ചല്ലേ പോകുന്നു. ക്രിസ്തുവിൽ മരിക്കുന്നവർ എന്ന് പറയുന്നൊരു കൂട്ടം ആളുകൾ തന്നെയുണ്ട്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അതെ, അതുകൊണ്ട് ഈ പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന ഉപദേശം അത് പിന്നെ അവർ തന്നെ ഇന്ന് പ്രായോഗികമായി തള്ളിക്കളാം. അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോസ്തല കാലത്ത്. നിങ്ങൾ ആരുടെ മേലെങ്കിലും കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. വേറെ ആരോടും പറഞ്ഞില്ല, വേറെ ആർക്കും അത് കൊടുത്തുമില്ല. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാഗ്ദത്തം അപ്പോസ്തലന്മാരുടെ കയ്യാൽ നിവർത്തിച്ചു എന്ന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലുണ്ട്. കർത്താവ് താൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടന്ന അടയാളങ്ങൾ എന്നാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ റൂമാലും ഒക്കെ കൊണ്ടുവന്ന് രോഗികളുടെ മേലിട്ട് സൗഖ്യം വരുത്തി. വേറെ ഭക്തന്മാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പൗലോസിനേക്കാൾ ഭക്തന്മാരായ ആളുകൾ ഉണ്ടായിരുന്നത് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. സ്തെഫാനോസും വളരെ ഭക്തന്മാരായ മനുഷ്യരല്ലേ? പൗലോസും വളരെ ഭക്തനാണ്. എന്നാൽ പൗലോസിനെ പോലെ ഭക്തിയുള്ളവരോ ഇനി പൗലോസിനേക്കാൾ ഭക്തിയുള്ളവരോ എന്ന് പറഞ്ഞു പോയതുകൊണ്ട് തെറ്റൊന്നും വരില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന അനേക ഭക്തന്മാർ ലോകത്തിലുണ്ട്. അവരൊക്കെ കഷ്ടം സഹിച്ചാണ് പലരും മരിച്ചത്. രോഗം വന്നാണ് പലരും മരിച്ചത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ രോഗത്തിന് വേണ്ടി മരിച്ചെങ്കിൽ ഒരു വിശ്വാസിയും രോഗനിമിത്തം മരിക്കരുത്. ഒരു രക്തസാക്ഷികളായിട്ടൊക്കെ വേണം മരിക്കാൻ. പക്ഷെ ഒട്ടുമിക്കവാറും എല്ലാവരും രോഗനിമിത്തമാണ് മരിക്കുന്നത്. എന്തെങ്കിലും രോഗം വന്ന അവസാനം മരിക്കുന്നത്. അപ്പൊ അത് ഈ ഉപദേശം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചതുപോലെ രോഗത്തിന് വേണ്ടി മരിച്ചില്ല. അങ്ങനെ മരിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയാൻ കർത്താവിന്റെ കഴിവുകേടല്ല, കർത്താവിന്റെ പരിപാടിയിൽ അതില്ല. കാരണം കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾക്ക് വേണ്ടി, പരിണിതഫലങ്ങൾക്ക് വേണ്ടിയല്ല കർത്താവ് മരിച്ചത്. പാപത്തിന്റെ മെയിൻ കോസ്, മെയിൻ റിസൾട്ട്, പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ ചുമന്നു എന്നൊരു വാക്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ യെശയ്യാപ്രവചനം 53-ാം അധ്യായമൊക്കെ എടുക്കണം. അതിൻ്റെയൊക്കെ ദുർവ്യാഖ്യാനത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ സാധിക്കൂ. പിന്നെ ഈ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം അങ്ങനെ തന്നെ അങ്ങ് വ്യാഖ്യാനിക്കാമെന്ന് വെച്ചോളൂ. വാദത്തിന് വേണ്ടി അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം എന്നങ്ങ് വെച്ചാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഈ 53-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നിവൃത്തിയാകുന്നത് കാൽവരിയിലെ ക്രൂശിലല്ല, കർത്താവ് ഭൂമിയിലാണ് ഇരുന്നപ്പോഴാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. അപ്പൊ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ നിവൃത്തിയായത് കാൽവരിയിലെ ക്രൂശിലല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്താണ്. കർത്താവിന്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് ചെയ്തതായിരിക്കുന്ന ഒരു പ്രവൃത്തി പോലും നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയല്ലെന്ന് ഞാൻ പറയാം. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, വെള്ളം വീഞ്ഞാക്കി, കടലിന് മീതെ നടന്നു, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. ഇതെന്തെങ്കിലും നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്? അതൊക്കെ തന്റെ ദൈവത്വത്തെ തെളിയിക്കാൻ വേണ്ടിയാണ്. താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്നതാണ്. അല്ല നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ചെയ്തതല്ല എവിടെയാ? കാൽവരിയിലെ ക്രൂശിലാണ്. ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു.
അപ്പൊ അതുകൊണ്ട് യശയ്യാപ്രവചനം 53-ാമത്തെ അധ്യായത്തെ അങ്ങനെ വ്യാഖ്യാനിച്ച് കർത്താവ് നമ്മുടെ പാപങ്ങളെ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അതുകൊണ്ട് നമുക്ക് ഇനി രോഗസൗഖ്യം ക്രൂശിലുണ്ട് എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആ വാക്യം, ആ പ്രവചനം നിവൃത്തിയാകുന്നത് കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് തന്നെയാണ്. അത് അപ്പോ യെശയ്യാവ് 53-ന്റെ ഒരു ഭാഗമാണ് അവർ ഉദ്ധരിച്ചത്. 5-ാം വാക്യം എന്ന് പറഞ്ഞ മനുഷ്യന്റെ പാപപരിഹാരത്തിനായി യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളെ കുറിച്ചാണ് പറയുന്നത്, രോഗത്തെക്കുറിച്ചൊന്നുമല്ല. അവർ പറയുന്നത് അവന്റെ അടിപ്പിണരുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് സൗഖ്യം വന്നു എന്ന് പറയുന്നത് നമ്മുടെ പാപരോഗത്തിന്റെ സൗഖ്യത്തെക്കുറിച്ചാണ്, നമ്മുടെ രോഗത്തിന്റെ സൗഖ്യത്തെക്കുറിച്ചല്ല. പത്രോസും അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. 1 പത്രോസ് 2:24 യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര വേലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സൗഖ്യം വന്നിരിക്കുന്നു എന്ന ഒരു പ്രയോഗം കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ സാധിക്കില്ല. അപ്പൊ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, എനിക്ക് അത്ഭുത രോഗശാന്തി കിട്ടി, പ്രാർത്ഥിച്ച് മാത്രമാണ്, വിശ്വാസത്താലാണ് അതിനാധാരമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ പാപത്തിന് വേണ്ടി മാത്രമല്ല രോഗത്തിന് വേണ്ടിയുള്ള മരണത്താലാണെന്ന്. ഇന്നിപ്പോൾ അത് പ്രസംഗിക്കുന്നവർ വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് രോഗത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെങ്കിൽ ഇത്രയും ആളുകൾ രോഗികളായി തീരേണ്ട ആവശ്യമില്ല. പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയുകയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പാപപരിഹാരം കിട്ടി, നമുക്ക് ദൈവത്തോട് നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മൾ പറയില്ലേ? എന്നാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു എന്ന് പറയുമോ? ഞാൻ വിശ്വസിച്ചപ്പോൾ സൗഖ്യമായി എന്ന്? ഇല്ല. പിന്നെ യാക്കോബിന്റെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ വാഗ്ദത്തം കൂടെ അവരെടുക്കും. എന്താണ്? നിങ്ങൾ പാപങ്ങളെ ഏറ്റു പറയുന്നു, ഒരാൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ. അപ്പൊ അവരത് പറയും, അത് കണ്ടില്ലേ കർത്താവായ യേശു ക്രിസ്തു, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു തരുമെന്നാണ്. പാപം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്, അങ്ങനെ രോഗങ്ങളുണ്ട്. ഒരു ലേഖനം 1-11 അധ്യായത്തിലൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇത് നിമിത്തം നിങ്ങൾ ചിലർ രോഗികളും ചിലർ ബലഹീനരും ചിലർ നിദ്ര കൊള്ളുന്നവരുമാകുന്നു. അതെ, അയോഗ്യമായ അപ്പം തിന്നാൽ തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. ഇത് നിമിത്തം നിങ്ങൾ പലരും രോഗികളും ബലഹീനരും ഒക്കെ ആകും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയാൽ നമുക്ക് നേടിയതായിരിക്കുന്ന പാപപരിഹാരം അത് ഓർക്കുവാനായിട്ട് കടന്നു വരുന്ന വിശ്വാസികൾ അയോഗ്യമായിട്ടാണ് അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവർക്ക് രോഗമുണ്ടാകും, രോഗം മൂർച്ഛിച്ച് ബലഹീനരാകും, എന്നിട്ട് അവർ മരിച്ചു പോവുകയും ചെയ്യും. ഇന്നിപ്പോ ഓരോരുത്തർ മരിക്കുന്നതിൽ എത്ര പേര് രോഗം പാപം ചെയ്തിട്ടാണ് മരിക്കുന്നത് എനിക്കറിയില്ല, നമുക്ക് പറയാനൊന്നുമില്ല. നമ്മളത് വിരിക്കാതിരിക്കാൻ വേണ്ടി യാക്കോബോസം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു രോഗിയാകുന്നെങ്കിൽ അവൻ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ എന്നാണ്. സഭയിലെ മൂപ്പന്മാർ പോയി പ്രാർത്ഥിക്കട്ടെ എന്നല്ല, വിളിക്കട്ടെ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാപം ചെയ്തിട്ടാണോ രോഗം വന്നതല്ലേ എന്ന് നിശ്ചയിക്കാൻ ആർക്കേ കഴിയൂ? രോഗിക്കല്ലേ കഴിയൂ, വേറൊരാർക്കും കഴിയുമോ? ആർക്കും കഴിയില്ല. അതുകൊണ്ട് രോഗി തന്നെ വിളിക്കട്ടെ എന്നാണ്. എനിക്കൊരു പനി വന്നല്ലേ, രോഗം വന്നു ചികിത്സയൊക്കെ ചെയ്തു, മരുന്ന് കുടിച്ചു, ഒന്നും ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല, രോഗം മൂർച്ഛിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ ഇങ്ങനെ രോഗം മൂർച്ഛിക്കുന്നത്? അപ്പോൾ ഒന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇന്ന പാപം കൊണ്ടാണ്. അതിൽ ഒന്നിലധികം ആളുകൾ ആ പാപത്തിൽ ഉൾപ്പെട്ടെങ്കിൽ ഞാൻ തന്നെ പരിഹരിക്കാൻ നോക്കിയില്ല, മറ്റേ ആളിനെ കൂടെ വിളിച്ചു വരുത്തി മൂപ്പന്മാരെ വിളിച്ച് അവരുടെ മുന്നിൽ വെച്ച് പാപങ്ങളേറ്റ് പറഞ്ഞ് ഒരാൾക്ക് വേണ്ടി അന്യോന്യം പ്രാർത്ഥിച്ച് ആണ് സൗഖ്യം വരുന്നത്. ഞാൻ അമേരിക്കയിലെ സഭയിലെ മൂപ്പനായിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു രാത്രിയിൽ ഒരു ഫോൺ കോൾ വന്നു. സഹോദരൻ്റെ ഭാര്യ വിളിക്കുന്ന, ബ്രദറിന് രോഗമാണെന്ന് പറഞ്ഞു. സഹോദരൻ്റെ ഭാര്യയാണ് വിളിച്ചത്. ഞാനിപ്പോൾ ചോദിച്ചു, യാക്കോബ് 5-ാം അധ്യായത്തിലെ രോഗമാണോ ഇതെന്ന് ചോദിച്ചാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു മൂപ്പനെ കൂടെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി ഒരു 2 മണിയായപ്പോൾ 2 മണിയായപ്പോൾ അവർ വീട്ടിൽ ചെന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ലൈംഗിക പാപം ചെയ്തില്ല, പക്ഷേ അതിലേക്ക് നീങ്ങിയാണ്. തൻ്റെ ഓഫീസിലെ തൻ്റെ സെക്രട്ടറിയുമായിട്ട് ഒരു മാനസിക അടുപ്പത്തിലാണ്. തടഞ്ഞില്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ പാപത്തിലേക്ക് പോകും, അങ്ങനെ ഒരടുപ്പത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ തെറ്റുപറ്റി, തൻ്റെ ഭാര്യയുടെ തെറ്റൊക്കെ ഏറ്റു പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിച്ചു, അതൊക്കെ ക്ഷമിക്കുന്നതായിട്ട് പറഞ്ഞു, ക്ഷമ ചോദിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. എണ്ണ പൂശിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥമൊന്നും ഇനി ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോഴും സെറ്റിൽഡ് ആയിട്ടില്ല. എന്താണ് ഇവിടെ എണ്ണ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പൂശിട്ടെന്നാണോ അതോ ഒരു സിംബോളിക്
ആണോ? ഞാനതിനെ സിംബോളിക്കായിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതിനെ വേറെ വിധത്തിലെടുക്കാം. എണ്ണ എന്ന് പറയുന്ന കാലങ്ങളിലെ മരുന്നുകളൊക്കെ എണ്ണ രൂപത്തിലാണ്, കുഴമ്പ് എണ്ണയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ മരുന്നുകൾ. അപ്പോൾ ഈ രോഗത്തിലുള്ളതായിരിക്കുന്ന ഡോക്ടർ കുറിച്ച മരുന്ന് എന്താണോ പ്രാർത്ഥിച്ചിട്ട് മരുന്ന് കൊടുത്തിട്ട് സൗഖ്യമാകും. ഏതായാലും അദ്ദേഹത്തിന് ഞങ്ങൾ എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അപ്പോൾ രാവിലെ ഒരു 4-5 മണിയായി ഞങ്ങൾ വീട്ടിൽ പോന്നു. അപ്പോൾ അതിന് മുൻപുള്ള 24 മണിക്കൂറിൽ അദ്ദേഹത്തിന് ഒരു കപ്പ് വെള്ളം പോലും കുടിക്കാൻ ഒത്തിട്ടില്ല. വായിലേക്ക് വെള്ളം കൊണ്ടുവന്ന ഉടനെ ശ്രദ്ധിക്കും. മരുന്ന് ഡോക്ടർക്ക് പോയി മരുന്ന് വാങ്ങിച്ചാൽ അത് കുടിക്കാൻ ഒക്കില്ല, സമ്മതിക്കില്ല. വായി മരുന്ന് ഒഴിച്ചാൽ ഉടനെ ശ്രദ്ധിക്കും. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വന്നു. ഞാൻ എങ്ങനെ ഇരിക്കുന്ന അറിയാനായിട്ട് ഒരു 8-9 മണിയായപ്പോൾ ഒന്ന് വിളിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് പോയിട്ട് അവിടുന്ന് വിളിച്ചു, ഒരു അസുഖമില്ലെന്ന്. അപ്പൊ അതാണ് ഈ രോഗത്തിന് വേണ്ടി, പാപം ചെയ്തിട്ടുണ്ടാകുന്ന രോഗവും അതിനുവേണ്ടിയുള്ള അങ്ങനെ ഒരിക്കൽ മാത്രമേ ഒരാൾ വിളിച്ചിട്ടുള്ളൂ, അത് പ്രാർത്ഥിച്ച് സൗഖ്യമാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ വാഗ്ദത്വം ഇന്നും ഉള്ളതാണ്, യാക്കോബിന്റെ ലേഖനത്തിലെ വാഗ്ദത്വം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പിന്നെ അത് സംബന്ധിച്ചുള്ള ഒരു രോഗം ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷവാനായിട്ട് വളരെ സഭയിൽ വിശ്വസ്തനായിട്ട് താന് മുന്നോട്ട് പോയത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ രോഗത്തിന് സൗഖ്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലിയിലാണെന്ന് ചോദിച്ചാൽ ബലിയിലല്ല. പിന്നെ നമ്മൾ പാവങ്ങളെ ഏറ്റു പറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് സൗഖ്യം തരും. പിന്നെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. അത് കാൽവരി ക്രൂശിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കാണുന്നത് എൻ്റെ അപ്പച്ചൻ തന്നെയാണ്. പാൻക്രിയാസ് ഓപ്പറേഷൻ കഴിഞ്ഞതായിരിക്കുന്ന ആളുകള്, പ്രത്യേകിച്ച് 10-60 വയസ്സായ 70 വയസ്സായ ആളാണ്, 26 വയസ്സുണ്ട്. അതെ, അന്ന് ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് 76 വയസ്സുള്ള ഒരാളുടെ പാൻക്രിയാസിന് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ 2 മാസത്തിനുള്ളിൽ ജീവിക്കുക എന്ന് പറയുന്ന ലോകത്തിന്റെ ചരിത്രത്തിൽ ഡോക്ടർ പറഞ്ഞ ദൈവം ഒരു അത്ഭുതം ചെയ്താൽ 3 മാസം ജീവിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇനി എന്നാ അപ്പച്ചനോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പച്ചനോട് വരുന്ന പ്രശ്നമില്ലെന്ന് പറയും. അപ്പച്ചൻ 2 മാസം അല്ലെങ്കിൽ 3 മാസം ജീവിക്കും. അത്രയൊക്കെ ഇതുവരെ ജീവിച്ചിട്ടുള്ള ആളുകൾ. ഒരു അതിശയം നടന്നാൽ 3 മാസം അല്ലെങ്കിൽ 2 മാസം. അതുകൊണ്ട് നിങ്ങൾ അപ്പച്ചന് എല്ലാ ആഹാരം കൊടുത്തോളാൻ പറഞ്ഞു. പ്രമേഹവും നോക്കണ്ട, പ്രഷറും നോക്കണ്ട, അപ്പച്ചന് സന്തോഷമായി തിന്നു കുടിച്ച് മരിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളപ്പച്ചന് ഇത്രയുള്ള അലുവായുടെ കഷ്ണമൊക്കെ കൊടുക്കും. അപ്പച്ചൻ പറയും എന്തുകൊണ്ടാ നിങ്ങൾ, ഞാൻ എൻ്റെ മോനെ ഒരു ശകലം തരാൻ പറയുമ്പോൾ തരികില്ലെന്ന് പറയുന്നതാണ്, നിങ്ങളിപ്പോൾ തന്നെ വലിയ വലിയ കഷ്ണം തരുന്നത്. അപ്പച്ചൻ ഓപ്പറേഷനോട് കൂടെ അപ്പച്ചൻ രോഗമെല്ലാം പോയി. ഡോക്ടർ പറഞ്ഞു അപ്പച്ചൻ തന്നേക്കാനാണ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പച്ചന് മനസ്സിലായില്ല അതിനപ്പുറത്ത്. പക്ഷെ അപ്പച്ചൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എങ്കിലും അപ്പച്ചന്റെ പ്രാർത്ഥന തന്നെയാണ് പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുക. ഒരുപാട് ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവമക്കൾ 7 വർഷം ജീവിച്ചു. 7 വർഷം ജീവിച്ചു എന്ന് മാത്രമല്ല, 7 വർഷം നന്നായി ജീവിച്ചു. ദിവസം 2 താറാവ് മുട്ടയും ഇറച്ചിയും മീനും ഒക്കെ ഇഷ്ടം പോലെ. പാൻക്രിയാസ് എടുത്ത് കളഞ്ഞവർക്ക് പ്രോട്ടീൻ്റെ ഡൈജസ്റ്റ് ചെയ്യാൻ ഒക്കുകയില്ല. അങ്ങനെ പ്രശ്നമേ ഉദിക്കുന്നത്. അപ്പച്ചൻ ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് ജീവിച്ചു. എന്നിപ്പോൾ ഞാൻ പറയുന്നത് ദൈവം അത്ഭുത രോഗശാന്തിയാണെന്ന് ചോദിച്ചാൽ അത് അത്ഭുത രോഗശാന്തിയാണ്. പക്ഷേ ദൈവം ചെയ്ത ഒരു അത്ഭുത രോഗശാന്തിയാണ്, മനുഷ്യരിൽ കൂടെ ചെയ്തൊരു അത്ഭുത രോഗശാന്തിയല്ല. ദൈവം രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഇന്നും പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഫലങ്ങളൊക്കെ ഉണ്ട്. ദൈവം രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ആളാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ രോഗം വന്നാൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് എന്താ, ഡോക്ടർ അടുക്കിലേക്കാണോ പോകുന്നത്? അല്ല. ആസായെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ തൻ്റെ രോഗത്തിൽ ദൈവത്തെ അല്ല, യഹോവയിലല്ല, വൈദ്യന്മാരിലത്രേ മരുന്ന് ചെയ്യുന്നതല്ല ആസായുടെ കുറ്റം. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല സൗഖ്യം തരാൻ. ദൈവം സെക്കൻഡറി മീൻസ് ഉപയോഗിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് കാര്യങ്ങൾ അങ്ങനെ തൊട്ട് സൗഖ്യമാക്കുകയോ അങ്ങനെ ചെയ്യാതെ തന്നെ സെക്കൻഡറി മീൻസ് മരുന്നുകളും മറ്റും ഒക്കെ ദൈവം ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് ചെയ്യണോ, അതിൽ യാതൊരു കുഴപ്പമില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടറെ കാണണോ, അതിലെന്ത് തെറ്റാ? ദൈവം വെച്ചിരിക്കുന്നതാണ്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ രോഗികൾക്ക് അത്ര വൈദ്യനെ കൊണ്ട് ആവശ്യം. കർത്താവ് തന്നെ പറഞ്ഞു രോഗിക്ക് എത്ര വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പൊ രോഗം വന്നാൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് സൗഖ്യം പറയിക്കണം. ഇല്ലെങ്കിൽ പോയി ഡോക്ടറെ കാണണം. എക്സ്റേ എടുക്കേണ്ടത് എക്സ്റേ എടുക്കണം, നോക്കി എടുക്കണം. അത് ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന പ്രമാണമാണ്. അതുകൊണ്ട് ഈ ഉപദേശം എന്ന് പറയുന്നത് ഒരു ശരിയായിരിക്കുന്ന ഒരു ഉപദേശമേ അല്ല. എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജലധാരണ ലക്ഷ്യത്തെക്കുറിച്ച് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കണം, യേശു എന്ന് പേരിടണമെന്ന്. അവൻ തൻ്റെ ജനത്തെ അവരുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കണം, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കണം. എവിടെയെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനത്തെക്കുറിച്ച് ഉള്ള പ്രഖ്യാപനങ്ങളിൽ, പ്രവചന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും രോഗത്തിന് വേണ്ടി, പാപത്തിന് വേണ്ടി മരിക്കുന്നത് ധാരാളമുണ്ട്. പാപത്തെ ചുമക്ക് ദൈവത്തിന്റെ കുഞ്ഞാ, രോഗത്തെ ചുമക്ക് ദൈവത്തിന്റെ കുഞ്ഞാണെന്നോ? അല്ല, അങ്ങനെ ഇല്ല.
അപ്പൊ അതൊരു തെറ്റായിരിക്കുന്ന ഉപദേശമാണ്. അങ്ങനത്തെ ഉപദേശം ബൈബിളിലില്ല. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയല്ല മരിച്ചത്. അങ്ങനെ ഒരു സൂചന പോലുമില്ല. അപ്പോ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. അതല്ല, രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രയോജനമുണ്ട്. കർത്താവ് രോഗം സൗഖ്യമാക്കുമോ എന്നുള്ളതുമല്ല. അത് കർത്താവ് രോഗം സൗഖ്യമാക്കും. കാൽവറിയിലെ മരണം നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നില്ല. നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാപവുമായി മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ, നീ എൻ്റെ രോഗത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് എന്താ ദുരുപദേശമാണ്, ദൈവദൂഷണമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു, പക്ഷേ രോഗത്തിന് വേണ്ടി മരിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യം നാം വളരെ വേണം. ഇപ്പൊ ബന്ധുക്കോസുകാരൊക്കെ വന്ന് ഇങ്ങനെ രോഗശാന്തിയിലൊക്കെ കാത്തിരിപ്പ് പ്രാർത്ഥനയൊക്കെ കാണും. അവർ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന്. ഒരു കാര്യം ഞാൻ ബന്ധുക്കോസുകാരെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിലവരെ ഏതെങ്കിലും കാരണവശാൽ ചെന്ന് അവിടെ ഒരു അമ്മച്ചിയോ അപ്പച്ചനോ ആരെങ്കിലും അവരുടെ പ്രായമുള്ളവരോ ചെറിയുള്ളവരോ രോഗം ഉണ്ടെന്ന് കണ്ടാൽ അവരെന്താ ചെയ്യുന്നത്? അവർ പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുമെന്ന് മാത്രമല്ല, അവരുടെ പ്രാർത്ഥന കേട്ടാൽ തന്നെ രോഗിക്ക് പകുതി സൗഖ്യം വരും. നമ്മളെക്കുറിച്ചും അതുപോലെ നമ്മളെക്കുറിച്ചും വേറെ ചില സഭകളെ കുറിച്ച് പറയുന്നത്, അയ്യോ അവരും ഒന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന്. കാരണം അവർ ചെന്ന്, കർത്താവെ ഈ അമ്മച്ചിക്ക് സുഖമില്ല, നിനക്ക് നിന്റെ ഹിതപ്രകാരമാണെങ്കിൽ അമ്മച്ചി സൗഖ്യമാണോ, അല്ലെങ്കിൽ നീ അമ്മച്ചിയെ കഷ്ടപ്പെടുത്താതെ അങ്ങ് എടുത്തുകൊള്ളണേ എന്ന്. ഉപദേശമൊക്കെ വളരെ ശരിയാണ്, പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിന് പോലും പ്രസാദമാകുമെന്നെനിക്ക് തോന്നുന്നു. ദൈവത്തിന് പോലും. കാരണം അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ല. പ്രാർത്ഥനയിൽ നിനക്ക് ദൈവത്തിന്റെ ഇഷ്ടം നടപ്പാക്കണമെന്നാണ്, ശരി തന്നെ. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഇയാളെ അങ്ങ് എടുത്തോളണമെന്നുള്ളൂ. മരിക്കാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? സൗഖ്യമാകാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നല്ലേ? അല്ല, അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനാ രീതിയൊക്കെ ഒന്ന് മാറണം. ബന്ധുക്കോസുകാർ ആളുകളെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെയാണ്. അവർ വീട്ടിൽ ചെന്നു അവർ പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥനയല്ല, അവരുടെ പ്രാർത്ഥന കേട്ട കർത്താവ് ഈ അമ്മച്ചിക്ക് സൗഖ്യം കൊടുത്തേ മതിയാകും, ഞങ്ങളിത് ക്ലെയിം ചെയ്യുകയാണ്, അവകാശപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥിക്കും. അത് കേട്ടാൽ തന്നെ ഒരു ആശ്വാസവും. എന്നിട്ട് അവരിറങ്ങുമ്പോഴത്തേക്ക് അടുത്ത സെറ്റ് വന്നു കഴിഞ്ഞ് പ്രാർത്ഥിക്കും. അവർ പോകുമ്പോഴത്തേക്ക് അടുത്ത സെറ്റ് വന്നു കഴിഞ്ഞു പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്നുള്ളതിന് എന്താ സംശയം? അതുകൊണ്ട് ഞാൻ വിചാരിക്കും ദൈവം കേട്ടവരുടെ പ്രാർത്ഥന. പിന്നെ പല രോഗങ്ങളും പണ്ടാരോ പറഞ്ഞ പോലെയാണ്, മരുന്ന് ചികിത്സിച്ചാൽ 7 ദിവസം കൊണ്ട് സൗഖ്യമാകും, ചികിത്സിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് സൗഖ്യം. അങ്ങനെയുള്ളതാ പല രോഗങ്ങളും. ചികിത്സിച്ചാൽ ഒരാഴ്ച കൊണ്ട് സൗഖ്യമാകും, ചികിത്സയില്ലേ 7 ദിവസം കൊണ്ട് സൗഖ്യമാകും. അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ സൗഖ്യമാകുന്ന പല രോഗങ്ങളുണ്ട്. ഇപ്പോൾ ജലദോഷം എന്ന് പറയുന്നതുണ്ട്, അതിൻ്റെ പീരീഡുണ്ട്. വൈറസ് പനിയുണ്ട്, അതിൻ്റെ പീരീഡുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസമൊക്കെ വൈറസിന് അതിൻ്റെ ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പോകും. മരുന്ന് കഴിച്ചാലും 4 ദിവസം കഴിഞ്ഞ് പോകും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 4 ദിവസം പോകും. പിന്നെ മരുന്ന് കഴിച്ചാൽ 4 ദിവസം അത്രയും മിസറബിൾ ആകില്ല, കുറച്ചുകൂടെ ക്ഷേമമാണ്. തുമ്മലൊക്കെ ഒന്ന് കുറേയും കണ്ട് ചുമന്നിരിക്കുകയില്ല, കുറച്ചുകൂടെ ആകും. മൂക്കൊലിക്കുകയില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും മരുന്നിന്റെ പ്രയോജനമുണ്ട്. എന്നാൽ രോഗത്തിന് സൗഖ്യം മരുന്നാണ്. ഗിലെയാദിലെ ലേപമൊന്നല്ലേ, ഗിലെയാദിലെ രൂപപ്പെടുത്തുക. യെഹെസ്കേൽ രാജാവിന്റെ ജീവിതത്തിൽ വലിയൊരു അതിശയമാണ് ദൈവം ചെയ്തത്. എങ്കിലും യെശയ്യാവ് എന്താ പറഞ്ഞത്? അത്തിപ്പഴം കൊണ്ടുവന്ന്, അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് അല്ലേ അവന്റെ പരുവിന്മേൽ വെക്കാനാ പറഞ്ഞത്. ഗോഡ് യൂസസ് എ സെക്കൻഡറി മീൻസ്. അത്തിപ്പഴവും ഈ മുറിവ് എന്തോ പരുവായിരുന്നു പറയില്ലേ, അങ്ങനെ വാദപ്പരുവായിരുന്നു, എന്ത് പരുവായിരുന്നു എന്നറിയില്ല. ഭയങ്കര വേദനയുള്ള വലിയ ഏതെങ്കിലും അത്തിക്കട്ട കൊണ്ടുവന്ന് വെക്കാനാ പറഞ്ഞു, അത്തിപ്പഴക്കട്ട കൊണ്ടുവെക്കാനാ പറഞ്ഞു. അപ്പോൾ സെക്കൻഡറി മീൻസ് യൂസ് ചെയ്യും. അതെ, പ്രാർത്ഥിച്ചിട്ട് മരുന്ന് കൊടുക്കുക, അതാണ് വേണ്ടത്. ഡോക്ടർ പറഞ്ഞ മരുന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ പറയും, എന്താണ് കർത്താവേ, മരുന്നിലല്ല ഞങ്ങളുടെ വിശ്വാസം, പിന്നെ എവിടെയാ? ദൈവത്തിലാണ്. പക്ഷെ ദൈവം സെക്കൻഡറി മീൻസ് ഉപയോഗിക്കും. അതെ, ഞാൻ ഒരിക്കല് പലയിടത്തും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഞങ്ങൾ തൃശ്ശൂരിലായിരുന്നപ്പോൾ അവിടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ചിൽഡ്രൻസ് പീഡിയാട്രീഷ്യൻ, ഡോക്ടർ മണവാളൻ എന്നാ പേര്. മണവാളന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഡോക്ടർ വലിയ അക്ഷരത്തില്, ഞാൻ ചികിത്സിക്കുകയുള്ളൂ, ദൈവമാണ് സൗഖ്യം തരുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു, എന്ന് വായിച്ചപ്പോൾ. ഞാൻ ചികിത്സിക്കുന്നതേ ഉള്ളൂ, ദൈവമാണ് സൗഖ്യം തരുന്നത്. ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ. ഡോക്ടേഴ്സ് ക്യാൻ ഓൺലി ട്രീറ്റ് us, only God can heal us. അത് കാൽവറിയിലെ ക്രൂശുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. കാൽവറി ക്രൂശുമരണവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യം. അപ്പോ
കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പാപത്തിന് വേണ്ടിയും എൻ്റെ രോഗത്തിന് വേണ്ടിയുമാണ് എന്ന് പെന്തക്കോസ്തുകാർ ഉത്തരം പറയും. പക്ഷേ നമുക്ക് അങ്ങനെ ഉത്തരം പറയാൻ സാധിക്കില്ല. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ ചിലർ ചോദിക്കും, പാപത്തിന് വേണ്ടിയാണെങ്കിൽ പാപത്തിന്റെ ഫലമായിട്ടുണ്ടായ എല്ലാം അതോടെ തീരണ്ടേ? ഞാൻ പറഞ്ഞ തീയതിയില്ല. സ്ത്രീകൾ ഇപ്പോഴും വേദനയോടെയാണ് മക്കളെ പ്രസവിക്കുന്നത്. കർത്താവ് ഹവ്വയോട് പറഞ്ഞത് എന്താ? നീ വേദനയോടെ മക്കളെ പ്രസവിക്കുന്ന പാപത്തിന്റെ പരിണിതമാണ്. അതുപോലെ തന്നെ നീ കൃഷി ചെയ്യുമ്പോൾ നിനക്ക് ഫലം തരികയില്ല, മുള്ളും പറക്കാരിയും നിന്റെ പറമ്പിലുണ്ടാകും എന്ന് പറഞ്ഞു. അതും പാപത്തിന്റെ പരിണിതമാണ്. നമ്മളെത്ര ഭക്തന്മാരായി ജീവിച്ചാലും മുള്ളും പറക്കാരിയും ഒന്നും ഉണ്ടാകാതിരിക്കില്ല. അതൊക്കെ പിഴുതു കളയണം, വെട്ടി തീയിട്ട് ചുട്ടു കളയണം. പക്ഷെ അതൊക്കെ കിളിച്ചു വരും. കിളിച്ചു വരുമോന്നോ? എന്തോരം അത് കിളിച്ചു വരുന്നു. എന്തോരം ഇതൊക്കെ കിളിച്ചു വരുന്നു. അത് നമ്മുടെ ഭക്തി കൊണ്ടല്ല, അത് പാപത്തിന്റെ പരിണിതഫലം കൊണ്ട് ശപിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ഭൂമിയാണ്. അതിലിങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് രോഗം വരും. രോഗം എന്ന് പറയുന്നത് പാപത്തിന്റെ ഒരു പരിണിത ഫലമാണ്. നമ്മൾ പാപം ചെയ്തുകൊണ്ട് രോഗം വരും. അത് വേറെ, അത് ശിക്ഷയായിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഏറ്റുപറഞ്ഞ് പേക്ഷിക്കണം. അതെ, ഈ തിരുവത്താഴം എല്ലാ ആഴ്ചയും ഭക്തിയോട് ശരിയായിട്ട് എടുക്കുന്നതായിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ രോഗം വളരെ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അവരുടെ ആയുസ്സും കൂടുതല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഏതായാലും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് പാപം ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചാണ് വന്ന് തിരുവത്താഴം എടുക്കുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലേ. ഇപ്പൊ എല്ലാ ആഴ്ചയും തിരുവത്താഴമുള്ള സഭകളുടെ ഒരു ഗുണം അതല്ല. മാസത്തിലൊരിക്കലും 3 മാസത്തിലൊരിക്കലും ഉണ്ടെങ്കിൽ ഈ സൗഖ്യം 3 മാസത്തിലൊരിക്കലല്ലേ വരാനുള്ളൂ. അതുകൊണ്ട് സ്വയം പരിശോധിക്കുക. ഓരോ തന്നെത്താൻ ശോധന ചെയ്യട്ടെ എന്നാണ്. തന്നെത്താൻ ശോധന ചെയ്യട്ടെ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ശോധന ചെയ്യട്ടെ എന്നാണോ? തന്നെത്താൻ ശോധന ഇടുന്നത്. എക്സാമിൻ ഹിംസെൽഫ് എന്നാണ്, എക്സാമിൻ സെൽഫ് എന്നാണോ? ഹി ഹിംസെൽഫ് എക്സാമിൻ ഓർ ഹി എക്സാമിൻ ഹിംസെൽഫ്. അതേക്കുറിച്ചൊക്കെ വാദഗതിയുണ്ട്. അപ്പോ ഒരു കൂട്ടം ആളുകൾ ഈ അപ്പം തുറക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ യോഗം തുടങ്ങും പറയില്ലേ, നമുക്ക് എല്ലാവർക്കും കണ്ണടച്ച് ഒരു നിമിഷം നമ്മുടെ തെറ്റുകളെ ഏറ്റു പറയാം. ചില അപ്പം കഴിഞ്ഞിട്ട് കൊണ്ടു തരുമ്പോൾ ഒരു വാക്കേറ്റ് പറയും, കർത്താവ് വല്ല കുഴപ്പമുണ്ട്, ക്ഷമിച്ചേക്കണേ, തട്ടിക്കളയരുതേ. അതൊന്നും കർത്താവ് ഉദ്ദേശിച്ചില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യമൊന്നും അതിലില്ല. എന്നെ തന്നെ ശോധന ചെയ്യുമെന്നാണ് പറഞ്ഞിടത്ത് കൊരിന്ത്യർ ലേഖനം വായിച്ചറിയാൻ 2 പ്രധാന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. ചില ആളുകൾ സുബോധമില്ലാതെയാണ്, ചിലർ മദ്യപിച്ച് പൂസായിരിക്കുന്നു. അപ്പൊ തിന്നുന്ന അപ്പത്തിന്റെ അർത്ഥം എന്താണെന്നോ ഇതെന്താണെന്നോ അവർക്ക് മനസ്സിലാകാതെയാണ് അവര് തിന്നുന്നത്. അതാണ് അയോഗ്യമായ അപ്പം തിന്നുന്നത്. രണ്ടാമതൊരു കൂട്ടം അയോഗ്യമായ അപ്പം തിന്നുന്നത് എന്താണെന്ന് ഇല്ലാത്തവരെ അവരപമാനിക്കുന്നു. സഭയുടെ ഐക്യത, ഏകത എന്ന് പറയുന്നതായിരിക്കുന്ന ഉപദേശം ഉൾക്കൊള്ളാതെ അവർ തിരുവത്താഴം വെക്കുന്നു. അപ്പോ ഈ 2 ഉപദേശങ്ങളും നന്നായിട്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ്, ഞാൻ സുബോധമായിട്ടാണോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയുടെ അർത്ഥവും ഈ അപ്പവീഞ്ഞുകളുടെ അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ടാണോ ഞാനിത് എടുക്കുന്നത് എങ്കിൽ നല്ല. 2, ഈ സഭയുടെ ഐക്യത, എനിക്ക് ഈ സഭയിലുള്ള ഏതെങ്കിലും സഹോദരന്മാരുടെ അഭിപ്രായ വ്യത്യാസമോ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഉണ്ടോ? ശരീരം ഒന്നായിരിക്കുന്ന പോലെ ഞാൻ ഈ സഭയും ഒന്നാണ്, ആ ബന്ധം ശരിയാണോ? ഈ 2 കാര്യങ്ങളാണ് പരിശോധനയിൽ നാം ഉറപ്പുവരുത്തേണ്ടത്. ഇത് 2 ഉറപ്പുവരുത്താതെ കർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭാര്യയോട് ചിരുന്ന് കോപിച്ചായിരുന്നു, ക്ഷമിച്ചേക്കണേ എന്ന് പറയുന്നത്, അത് പറയുന്നത് നല്ലതാ കേട്ടോ, ആഴ്ച ഒരിക്കൽ പറയുന്നത് നല്ലതാണ്. പക്ഷെ അതല്ല ഈ സ്വയം പരിശോധിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് തീർച്ചയായിട്ടും അല്ല. അതുകൊണ്ട് ഒരു വാക്ക് നമുക്ക് എല്ലാവർക്കും പരിശോധിക്കാമെന്ന് പറയുന്നത് നിർത്തുകയൊന്നും വേണ്ട, അങ്ങനെ പരിശോധിച്ചുള്ളൂ. പക്ഷേ പരിശോധിക്കേണ്ടത് എന്താണ്? സഹോദരന്മാരെ, നിങ്ങൾ ഈ അപ്പവീഞ്ഞുകളുടെ അർത്ഥം മനസ്സിലാക്കിയാണ്. അപ്പവീഞ്ഞുകളുടെ അർത്ഥം മനസ്സിലാക്കിയ ഒരുപാടുണ്ട്. ചെറിയ മയക്കത്തിലൊക്കെ ഇരുന്ന് ഒന്നുമില്ല. അതെന്താ ഒരാൾ മയങ്ങിയിരിക്കാന്ന് അയാൾ വിളിച്ചണത്തി കൊടുക്കരുത്, പാവമാണ്. അടുത്ത ആളിന് കൊടുത്തേക്കാം, അദ്ദേഹം ഉറങ്ങിക്കൊണ്ട് ശാന്തമായി. എന്തിനാ അദ്ദേഹത്തെ വിളിച്ചണത്തി കൊടുക്കും? വിളിച്ചോണ്ടത്തി ആർക്കും കൊടുക്കരുത്. അപ്പം അത് ന്യായം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. കാരണം ഇതിന്റെ അർത്ഥം അറിയാതെ. ഞാൻ എപ്പോഴും പറഞ്ഞു, തിരിക്കാറുണ്ട്, തിന്നുന്നത് അപ്പമാണെങ്കിലും തിന്നപ്പെടുന്നത് ശരീരമാണ്. കാരണം ഇതെന്റെ ശരീരം എന്നല്ലേ പറഞ്ഞു. എന്നിട്ട് ഈ അപ്പം തിന്നാനാ പറഞ്ഞത്. അപ്പം തിന്നുക വഴി എന്താ ചെയ്യുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം തിന്നപ്പെടുക എന്ന അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല, അപ്പത്തിന് മാറ്റമൊന്നും വരുന്നില്ല. നമ്മൾ നുറുക്കുന്നതും തിന്നുന്നതും അപ്പമാണ്. പക്ഷേ ആ അപ്പം തിന്നുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ പങ്കാളിത്തമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തം, അല്ലെ രക്തത്തിലെ പുതിയ
വാങ്ങി ഭക്ഷിക്കും. അപ്പോൾ കുടിക്കുന്ന മുന്തിരിച്ചാറാണെങ്കിലും കുടിക്കപ്പെടുന്നത് രക്തമാണ്, കഴിക്കുന്നത് അപ്പമാണെങ്കിലും കഴിക്കപ്പെടുന്നത് ശരീരമാണ്. എന്ന് പറയാൻ ശരീരമാണ് എന്ന രീതിയിൽ എന്ന വണ്ണമാണ് അപ്പം തിന്നുന്നത്. അപ്പമാ തിന്നുന്നത്, ശരീരമല്ല തിന്നുന്നത്. അതുപോലെ കുടിക്കുന്ന മുന്തിരിച്ചാറാണെങ്കിലും കുടിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ചെയ്യാൻ. ഈ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നതൊന്നും ഇതിനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടെ നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങളൊക്കെ ഈ കർത്താവ് പാപത്തിന് വേണ്ടി രോഗത്തിന് വേണ്ടിയോ മരിച്ചതെന്ന് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് നിങ്ങൾ പറഞ്ഞോ? ഞങ്ങളൊരു 5-6 മാസം IPC എന്ന് പറഞ്ഞ സഭയിൽ അംഗമായിരുന്ന കാലത്ത് അവിടെയുള്ളതായിരിക്കുന്ന ഒരു ഉപദേശമാണ്. പിന്നെ തമാശായ ഒരു കാര്യം സംഭവിച്ചത്, ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു കൺവെൻഷൻ നടത്തി. IPCയിലെ ഏറ്റവും വലിയ ആളുകളെ തന്നെ വിളിച്ചാണ് കൺവെൻഷൻ നടത്തിയത്. അന്ന് പാസ്റ്റർ പെയ്തോളിൽ നിന്ന് രാത്രി വന്നപ്പോൾ ഒരു പാറയിലെ കൂടെ ക്രോസ് ചെയ്യണം. ആ പാറയെ തന്നെ വീണ് മുട്ടെല്ലാം പൊട്ടി, കയ്യും പൊട്ടി, ചോരയായി ഇതൊക്കെ വന്നു. അപ്പൊ തലേ ദിവസം രാത്രി അത്ഭുത രോഗശാന്തിയെ പറ്റിയായിരുന്നു പ്രധാന പ്രസംഗിച്ചത്. ഇദ്ദേഹം ഇങ്ങനെ വന്ന ഉടനെ തന്നെ ആ പ്രസംഗി പറഞ്ഞു, നോക്കി നിൽക്കാതെ ഇച്ചിരി സ്പിരിറ്റ് എടുത്ത് ആദ്യം കഴുകി എന്തെങ്കിലും ഒന്ന് വെച്ച് കണ്ടാ പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ വളരെ സ്ട്രിക്റ്റ്. അപ്പച്ചൻ പറഞ്ഞു, എന്താ പറഞ്ഞ, ഒന്നുകൂടെ പറഞ്ഞേ. അത് അപ്പച്ചൻ മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലായി. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ തട്ടിപ്പൊണിക്കില്ല എന്ന് പറഞ്ഞു. തലേ ദിവസം അത്ഭുത രോഗശാന്തി പ്രസംഗിക്കുകയും പിറ്റേ ദിവസം സ്പിരിറ്റ് കൊണ്ട് കഴുകി മരുന്ന് വെക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഉപദേശത്തിൽ ഞാൻ നിൽക്കുക. അപ്പൊ ഞാൻ സഭ വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എന്താണ്, ഉപദേശം പറയും, പക്ഷെ വേറെ ഒന്നും ചെയ്യും. അവർ ചെയ്തത് തെറ്റല്ല, അവർ പറഞ്ഞതാണ് തെറ്റ്. പക്ഷെ പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അത് വിശ്വാസമൊന്നുമല്ലല്ലോ, അത് അവർക്കൊരു പാപമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി എന്തിന് എന്ന ചോദ്യത്തിന് വ്യക്തമായിരിക്കുന്ന ഉത്തരം നമുക്ക് വേണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലിയുടെ സ്വഭാവത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ വല്ലതും ഉണ്ട് ചോദിക്കാൻ കേട്ടോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം പാപം എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രശ്നത്തെ പരിഹരിക്കുമ്പോൾ നിത്യതയിൽ നമ്മുടെ മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ, ശരീരത്തിന്റെ മരണവും ആത്മാവിന്റെ മരണവും പാപത്തിന്റെ ഫലമാണ്. ഈ ശരീരത്തിന്റെ മരണം സംഭവിച്ച് അല്ലെങ്കിൽ ശരീരത്തിന്റെ രൂപാന്തരം സംഭവിച്ച ഒരവസ്ഥയിൽ, പുനരുദ്ധാനത്തിന്റെ അവസ്ഥയിൽ, പിന്നെ പാപത്തിന്റെ പ്രത്യാഘാതങ്ങൾക്ക് നമ്മുടെ മേൽ യാതൊരു ശക്തിയുമില്ല. അതുവരെയുണ്ട്. അതിന്റെ കാരണം ക്രൂശാണ്. ക്രൂശാണെന്ന് പറഞ്ഞാലും പുനരുദ്ധാനം എന്ന് പറയുന്നതായിരിക്കുന്ന നാം പിന്നെ മർത്യത നീങ്ങി അമർത്യതയിലേക്ക് വരും. ക്രൂശന്റെ മരണത്തിന്റെ പുനരുദ്ധാന ശരീരത്തെ കുറിച്ചൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അവിടെയൊന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ബന്ധപ്പെടുത്തില്ല. നമുക്കൊരു പുതിയ ശരീരം ലഭിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പുതിയ ശരീരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് കഷ്ടതയും പ്രയാസവും വേദനയും എല്ലാം അവർക്ക് തുടരുന്നു. എന്നാൽ പൗലോസ് പുനരുദ്ധാനത്തെക്കുറിച്ചും സ്വർഗീയമായിരിക്കുന്ന നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്ന ഒരിടത്തും നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണെന്നുള്ള കാര്യം സത്യമാണ്. രക്ഷിക്കപ്പെടാത്തവർ കിട്ടുന്നില്ല. അതെ. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകള് രോഗം സഹിച്ചും കഷ്ടം സഹിച്ചും വേദന സഹിച്ചും മരിക്കുന്നു. മരിച്ച ശേഷം അവരുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പുനരുദ്ധാനം, ആ മഹത്വീകരണം, അതാണ് എന്ന് പറഞ്ഞാൽ ഈ പാപസ്വഭാവം ഉള്ളതും രോഗമുള്ളതുമായിരിക്കുന്ന ഈ ശരീരത്തെ പരിപൂർണമായിട്ട് മാറ്റിയിട്ട് ഇതൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു ശരീരത്തെ നമുക്ക് തരുന്നു. അത് കർത്താവിന്റെ കാൽവരി ബലിയുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ആ രക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായ കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിയാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ കാൽവറി ബലി കൊണ്ട് നമുക്ക് പ്രയോജനമില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കർത്താവിന്റെ കാൽവറിയിലെ ബലി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല എന്നാണ്. ആയ സ്ത്രീകൾ ഗർഭം ധരിച്ച് ഗർഭഛിദ്രം ഉണ്ടായി പോകുന്നില്ലേ, അബോർഷൻ ഉണ്ടാവുന്നില്ലേ? നിർബന്ധിത അബോർഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമായിട്ട്. അതിന് മിസ്കാരി എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. അബോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോഴ്സ്ഡ് എക്സ്പെല്ലിങ് ഓഫ് ദ ഫീറ്റസിന് അബോർഷൻ എന്ന് പറയുന്നത്. മറ്റേന് പറയുന്നത് മിസ്കാരേജ്. മുഴുവൻ ക്ഷേമം കൊണ്ടുപോകാൻ ഒത്തില്ല, അത് മിസ്കാരേജ്.
മിസ്കാരേജ് ഉണ്ടാകുന്നുണ്ട്. മിസ്കാരേജ് ഉണ്ടാകുമ്പോൾ ഞാനങ്ങ് വിചാരിക്കും ആ മിസ്കാരീഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈനോ ഈ പാപത്തിന്റെ പ്രത്യാഘാതമല്ലേ അവർക്കുണ്ടായതായിരിക്കുന്ന ഈ മിസ്കാരേജ് എന്ന് പറയുന്നത്. അപ്പോ അവരുടെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോകും, അവരുടെ ശരീരം പിന്നെ ഉയരത്തിലേക്കുമ്പോൾ ആ ശരീരത്തിൽ അവർ പാപമൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ആദാമി പാപത്തിന് അവരും വിധേയരാണ്. അതുകൊണ്ടാണല്ലോ അവർ മരിക്കുന്നത്. ഏകമനുഷ്യന്റെ പാപത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്നാണ്. കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ മരിക്കുന്നതും ആദാമി പാപത്തിന്റെ പരിണതഫലമായിട്ടാണ്. എങ്കിലും അവർ വ്യക്തിപരമായ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതേക്കുറിച്ച് പറയുന്നത് ഓട്ടോമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് മെറിറ്റ് എന്നാണ്. ക്രിസ്തുവിന്റെ കാൽവറി ബലിയുടെ മെറിറ്റ് പാപം ചെയ്താൽ മരിക്കുന്നതായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യും. അവർ മരിക്കുന്നതായിരിക്കുന്ന സമയത്ത് അവർക്കൊരു വിശ്വാസം അത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി കൊടുക്കുമെന്നാണ് ജോൺ കാൽവിനൊക്കെ പറഞ്ഞത്. അതൊക്കെ എത്രത്തോളം അങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം നീതീകരിക്കപ്പെടാത്ത ഒരാൾ സ്വർഗത്തിൽ കാണുകയില്ല. രക്ഷ എന്ന് പറയുന്നത് നീതീകരണത്താൽ മാത്രമേ ഉള്ളൂ. നീതീകരിക്കപ്പെടാത്ത ഒരു ഭാവി സ്വർഗത്തിൽ കാണുകയില്ല, അത് കുഞ്ഞായാലും വലിയവനായാലും. അങ്ങനെയെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ മരിക്കുന്നതായിരിക്കുന്ന ഒരു കുഞ്ഞ് സ്വർഗത്തിൽ കാണുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ നീതീകരണം എപ്പോൾ നടക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് പോലും നീതീകരണം വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 2 തിമോഥെയോസ് 3 അധ്യായത്തിൽ എന്താ പറയുന്നത്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്നാണ്. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ്. ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്. അപ്പൊ നീതീകരണം കർത്താവിനും കിട്ടിയെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ കർത്താവിന് പാപസ്വഭാവം ഉണ്ടായിരുന്ന ആരെങ്കിലും പറയേണ്ടി വരുമോ? ഇല്ല. കർത്താവിന് പാപസ്വഭാവം ഉണ്ടായിരുന്നില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, പാപസ്വഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെടാത്ത ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കില്ല എന്നാണ്. മനുഷ്യനാണെങ്കിൽ നീതീകരണം കൂടാൻ സ്വർഗത്തിൽ പോകും. അത് ഏത് ഭക്തനായ മനുഷ്യനായാലും. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ അസാധ്യമായ ഒരു കാര്യം ആണ്. എന്നാൽ ഈ ശാരീരിക രോഗം പോലെ തന്നെയുള്ള ഒരു രോഗമാണ് മനസ്സിന്റെ രോഗം. ആ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചില സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനുള്ള നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും. വെള്ളം കണ്ടാൽ ഉടനെ എടുത്ത് ചാടും. ആ രോഗമുള്ളവർക്ക്. അപ്പൊ അവർ ഈ ആത്മഹത്യക്ക് വേണ്ടിയാണോ ചാകുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചൊന്നുമല്ല. വെള്ളത്തിലേക്ക് ചാടുന്നു, അവർ മരിക്കുന്നു. ആ വ്യക്തിയുടെ ആത്മാവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോകും. അതിന് ഞാൻ തെളിവായിട്ട് പറയുന്നത്, ഇപ്പോ വിശ്വാസവീരനായിരുന്ന ശിംശോൻ വാസ്തവത്തിൽ ഒരു ആത്മഹത്യയല്ല. ഞാനും ഇവരോടുകൂടെ നശിക്കട്ടെ, ലെറ്റ് മീ ഡൈ എന്ന് പറഞ്ഞാണ് ഇത് പിടിച്ച് തന്റെ മുകളിലിട്ടത്. പക്ഷെ എബ്രായലേഖൻ 11 അധ്യായത്തിൽ ഒരു വിശ്വാസികളുടെ പട്ടികയിൽ ആരുണ്ട്? ശിംശോന്റെ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, മാനസിക ആഘാതത്തിൽ നിന്നുമല്ല. ഞാൻ വിചാരിക്കുന്നു അവന് തൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചിട്ട് ഈ മാവ് ഇങ്ങനെ അവരൊരു ബഫൂണായിട്ട് അവിടെ നിന്ന് കളിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾ പറയില്ല, എന്താ പറയുന്നത്, അവന്റെ മാനസിക വിഭ്രാന്തി അത് പറയില്ല, എന്താ അതിന് പറയുന്നത് ഇംഗ്ലീഷിലെ മെന്റൽ ഡിപ്രഷൻ. അവൻ ഡിപ്രഷന്റെ ഏറ്റവും ദാവീദ് അങ്ങനെ ഡിപ്രഷനിൽ വന്നു. നീ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ മരിക്കട്ടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇയ്യോബ് ഭയങ്കര ഡിപ്രഷൻ വന്നില്ലേ? നീ എന്നെ കൊന്നുകളയാൻ ചെയ്തത്, ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ കൊന്നുകളയാൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നു. ഭയങ്കര ഡിപ്രഷൻ്റെതായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിപ്രഷൻ കൊണ്ട് മരിക്കുന്നതായിരിക്കുന്ന യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ സ്വർഗത്തിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളും ആത്മഹത്യ ചെയ്തവരുമായിരിക്കുന്ന അനേകരും വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം പറയാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ അവരുടെ ഈ ഏറ്റുപറച്ചിലിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ നമ്മൾ അവരാണെന്ന് അങ്ങ് പറയുകയാണ്. നമുക്കത് വിധി പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവരെ ജീവിച്ച കാലഘട്ടത്തിൽ നാം അവരെ പരിചയത്ത കാലത്തിൽ അവരെ വിശ്വാസത്തിന്റെ തെളിവുകൾ കാണിക്കുകയൊക്കെ ചെയ്തെങ്കിൽ ഇതൊരു ഡിപ്രഷന്റെ ഹൈ സ്റ്റേജിൽ ചെയ്തു പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരാരും സ്വർഗത്തിൽ പോവുകയില്ലെന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്ത് 1-2 പേരുടെ ശവസംസ്കാരം നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് അവരൊക്കെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ആളുകളാണെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നാൽ
രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് കൊല ചെയ്യാൻ ഒക്കുമോ? ചോദ്യം. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് കൊലപാതകം ചെയ്യാൻ ഒക്കുമോ? ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു കൊലപാതകമല്ലേ? താൻ തന്നെ തന്നെ കൊല്ലുന്നു, തൻ്റെ ഭാര്യയുടെ ഭർത്താവിനെ കൊല്ലുന്നു, തൻ്റെ മക്കളുടെ പിതാവിനെ കൊല്ലുന്നു, തൻ്റെ മാതാപിതാക്കളുടെ മകനെ കൊല്ലുന്നു. ഇറ്റ്സ് എ വേസ്റ്റ് ഫോം ഓഫ് മർഡർ. അതുകൊണ്ട് തന്നെ എന്താണ് പഴയ നിയമത്തിൽ ആത്മഹത്യയെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കൽപ്പനകൾ കൊടുത്ത സമയത്ത് കൊല ചെയ്തെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആത്മഹത്യ ചെയ്തെന്ന് അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല, പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. കൊല ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഫോം ഓഫ് മർഡർ. ആ മർഡർ ചെയ്യുന്നതായിരിക്കുന്ന സമയത്ത് അതിന്റെ കോൺസിക്വൻസോ അതിന്റെ സ്വഭാവമോ മനസ്സിലാക്കിക്കൊണ്ടാണോ ചെയ്യുന്നത്, അതോ തൻ്റെ മാനസിക വിഭ്രാന്തിയിലാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ മാനസിക രോഗം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ചില ആളുകൾക്ക് മാനസിക രോഗം വന്നാൽ ഒന്നും അവർക്കറിയില്ല. അതെ, ഒന്നും അവർക്കറിയില്ല. അവരെക്കുറിച്ചുള്ളതായിരിക്കുന്ന അവരുടെ സ്വയബോധം നഷ്ടപ്പെട്ടു പോയെന്ന് പറയും. ശരി, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം സാറിന്.